السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എൻ്റെ വിഷയത്തിൽ 4 ആയത്തുകൾ അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ആയത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇറങ്ങി എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ അൻഫാലിലെ ആയത്താണ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്ന വചനങ്ങൾ. അതായത് അൻഫാൽ, നഫില് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അൻഫാൽ. നഫില് എന്നതിൻ്റെ ബഹുവചനമാണ് അൻഫാൽ. നഫില് എന്ന് പറഞ്ഞാൽ അധികം എന്നാണ്. നമ്മൾ സുന്നത്ത് നമസ്കാരത്തിൽ നഫിൽ എന്ന് പറയാറുണ്ട്. അല്ലാഹു തആല നിശ്ചയിച്ച നിർബന്ധങ്ങൾക്ക് അപ്പുറം, നിർബന്ധങ്ങളിൽ അധികം നിർവഹിക്കുന്നതാണ് നഫില്. ഇവിടെ അൻഫാലിലെ നഫില് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കൂടുതലായി കിട്ടുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹമാണ് യുദ്ധം കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ കിട്ടുന്ന യുദ്ധസ്വത്ത്. അപ്പോൾ യുദ്ധത്തിലൂടെ ലഭിക്കുന്ന ആ സ്വത്തിനാണ്, അത് കൂടുതലായി നമുക്ക് അള്ളാഹിന്റെ അനുഗ്രഹമായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഒരാൾ യുദ്ധം ചെയ്ത് ഷഹീദായാൽ അദ്ദേഹത്തിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇനി ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായിട്ടില്ലെങ്കിലും ഇനി വീട്ടിൽ റൂമിൽ കിടന്ന് മരിച്ചാലും അദ്ദേഹത്തിന് ഷഹീദിന്റെ മഹത്വവും പ്രതിഫലവുമുണ്ട്. അപ്പോൾ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന കൂടുതൽ ഉള്ള ഒരു അനുഗ്രഹമാണ് ആ യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന വസ്തുക്കൾ, ആ യുദ്ധത്തിൽ ശത്രുക്കൾ ഇട്ടേച്ചു പോകുന്ന വസ്തുക്കൾ, അതൊക്കെ അതിലേർപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ, ആ യുദ്ധം ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിന്റെയും ഹുദൈബിയ സന്ധിക്കും ഇടക്കാണ് ഈ സൂറത്ത് അൻഫാൽ അവതരിക്കുന്നത്. ബദർ യുദ്ധത്തിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതായത് സൂറത്തുൽ ബഖറയ്ക്ക് ശേഷം പിന്നെ ഈ സൂറത്ത് അവതരിച്ചു. ഇതാകട്ടെ ബദർ യുദ്ധം നടന്നതിന് ശേഷമാണ് അവതരിക്കുന്നത്. അപ്പോൾ ബദർ യുദ്ധത്തിൽ കിട്ടിയ യുദ്ധസ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം അവിടുത്തെ ചർച്ച. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു വാള് എടുത്തു, ആ വാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആ വാളാകട്ടെ യുദ്ധം മുതലായി വന്ന വാളാണ്. യുദ്ധം മുതൽ ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടപ്രകാരം എടുക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതം വെക്കണം. അതിന് നിയമം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് സൂറത്തിലൂടെ. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദതു സൈഫൻ അഅജബനി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാള് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹബ് ലി ഹാദാ, ഇതെനിക്ക് നൽകുമോ, ഇതെനിക്ക് തരുമോ? ഹബ്, എനിക്ക് തരണം എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോ ശരിക്ക് ഹബ് എന്ന് പറഞ്ഞാൽ ഹിബത്ത് നൽകുക എന്നാണ്. ഒരാൾക്ക് ഒരു വസ്തു പ്രത്യുപകാരമില്ല, പകരം ഇങ്ങോട്ടൊന്നും കൊടുക്കാണ്ട് അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് ഹിബത്ത്, ഹിബ എന്ന് പറയും. ഹിബ കൊടുക്കുക എന്ന് പറയും, ഹിബത്ത് ദാനം. അപ്പൊ ഇവളായിട്ട് പകരമായിട്ട് മറ്റൊന്നും അങ്ങോട്ട് തരാനില്ല, എനിക്ക് ഇങ്ങോട്ട് ഇത് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്, യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ. ആ അൻഫാലിനെ കുറിച്ച്, യുദ്ധമുതലുകളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. നബിയെ, നിങ്ങൾ പറയണം അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയുമാണ്. അപ്പൊ അള്ളാഹു തീരുമാനിക്കും, അള്ളാഹു അത് നൽകാനുള്ള കൽപ്പന കൊടുക്കും, ഇന്ന ആൾക്ക് ഇത്ര. അപ്പൊ അതിൽ ചില നിയമങ്ങളുണ്ട്. യുദ്ധം മുതൽ എന്ത് ചെയ്യണം, അത് അള്ളാഹുവിന്റെ പ്രവാചകനും അവകാശപ്പെട്ടതിലുണ്ട്. ആ പ്രവാചകൻ അവകാശപ്പെട്ടത് ഏതിലേക്കുള്ളതാണ്, അത് എങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഏതായാലും യുദ്ധമുതലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തും അവതരിച്ചത് എൻ്റെ വിഷയത്തിലാണ് എന്നാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അദ്ദേഹം തൻ്റെ വിഷയത്തിൽ അവതരിച്ചു എന്ന് പറയുന്ന 3-ാമത്തെ ആയത്ത് ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.